ഹലോ ഓൾ, അങ്ങനെ ഒരുപാട് മാസങ്ങളുടെ എഫേർട്ടിന് ശേഷം 2 ഡിഫറെൻറ്റ് എക്സാമുകൾ എഴുതി ഈ ഏപ്രിൽ സെഷനും കഴിഞ്ഞ് നമ്മുടെ ജെഇയുടെ ഫൈനൽ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. JEE.NTA.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാം. റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണ്, കാറ്റഗറി റാങ്ക് എത്രയാണ് എന്ന് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും അതിൽ ആക്ച്വലി അവൈലബിൾ ആയിരിക്കും. സോ തീർച്ചയായിട്ടും എല്ലാവരും ലോഗിൻ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് എത്രത്തോളം ഉണ്ട്, പെർസെൻറ്റേജ് എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗൂഗിൾ ഫോം താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നമ്പേഴ്സ് ഒന്നും കളക്ട് ചെയ്യാനൊന്നുമില്ല. ഈ നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണ്, നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് എത്രയാണ്, ഇനി ഇൻ കേസ് നിങ്ങൾ മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കാണ് 300ൽ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് തുടങ്ങിയ ഒരു ഇൻഫർമേഷൻ, ഒരു ഡാറ്റ നമുക്ക് ആവശ്യമാണ്. അടുത്ത വർഷത്തെ ബാച്ചുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന കാറ്റഗറി റാങ്കും അതുപോലെ കട്ട് ഓഫുകൾ, കോളേജിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഫൈനൽ എത്ര മാർക്ക് കിട്ടിയ ആൾക്കാണ് കോളേജ് കിട്ടിയത്, എത്ര റാങ്ക് കിട്ടിയ ആളുകൾക്കാണ് NIT കാലിക്കറ്റിലെ ലാസ്റ്റ് ബാച്ച് കിട്ടിയിട്ടുള്ളത് എന്ന് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ നമ്പറോ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ കളക്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ബാക്കി ഈ പറയുന്ന ഡീറ്റെയിൽസ് ഓൾ ഇന്ത്യ റാങ്ക്, കാറ്റഗറി റാങ്കൊക്കെയാണ് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗൂഗിൾ ഫോം താഴെ കൊടുക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും ഫില്ല് ചെയ്യുക. വേറെ ഒരു ഉദ്ദേശവും അതിനില്ല. ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഈ ബാച്ചിലും അടുത്ത ബാച്ചിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ സമയത്തും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സമയത്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. സോ കൺഗ്രാജുലേഷൻസ് എല്ലാവർക്കും. JEE നന്നായിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും XNYയുടെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ നമ്മളെ ഹൃദയം നിറഞ്ഞ കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ആൻഡ് ഇനി ഇൻ കേസ് റിസൾട്ട് താഴെ പോയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി വരാൻ പോകുന്ന എക്സാമുകൾ കീബ്, അതുപോലെ തന്നെ മറ്റൊരുപാട് എക്സാമിനേഷൻസ് ഉണ്ട്, ഐസർ എക്സാമുകളുണ്ട്. അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക. JEE മാത്രമല്ല, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ മുന്നിൽ ഒരു 10 എക്സാമിനേഷൻസ് എങ്കിലും ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു എക്സാം പോയാലും ബാക്കിയുള്ള 9 നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഈ ഒരു മെസ്സേജ് മാത്രമാണ് തരാനുള്ളത്. അപ്പം ആക്ച്വലി ഈ ഒരു JEE ബാച്ചിൻ്റെ കൂടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് വേണ്ടല്ലോ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റിസൾട്ട് വന്ന എല്ലാവരും നമ്മുടെ ചാനലിലെ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള പോളുകളാവാം, ക്വസ്റ്റ്യൻസ്, ക്വിസസ് ആവാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിലൂടെ എന്ത് ചെയ്യുക, അറിയിക്കുക. ആൻഡ് ആ ലിങ്ക് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്, ഫീൽ ചെയ്യാൻ മറക്കരുത്. JEEയുടെ റിസൾട്ട് വന്ന നിങ്ങളുടെ +2 ഓർ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരുണ്ടെന്നുണ്ടെങ്കിലും അവർക്കും കൂടെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.